കർത്താവായ യേശുവേ, തിരുവചനങ്ങളാൽ അങ്ങ് ഞങ്ങളോട് കൂടെയായിരിക്കണമേ. ലിഖിതങ്ങൾ അങ്ങയുടെ വചനങ്ങളായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. യേശു പരീക്ഷകളിൽ പെട്ട സമയം 40 രാവും 40 പകലും യേശു പരീക്ഷിക്കപ്പെടുമ്പോൾ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല എന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അപ്പൊ മുഴുവൻ സമയവും യേശു ആത്മാവിൽ തന്നെയാണ് ഇരുന്നത്. ശരീരവുമായിട്ട് യേശു കണക്റ്റഡ് ചെയ്തിട്ട് പോലുമില്ല. ഒന്നും ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെ ഇരിക്കുന്ന വ്യക്തി ആത്മാവിൽ മാത്രമാണ് ആ നിമിഷങ്ങളിൽ നമ്മൾ ഉണർന്നിരിക്കുന്നത്. ആ സമയങ്ങളിൽ ഭക്ഷിക്കണമെന്നോ കുടിക്കണമെന്നോ പാനം ചെയ്യണമെന്നോ നമുക്കില്ല. കാരണം യേശു 40 രാവും 40 പകലും ഒന്നും ഭക്ഷിക്കാതെ ഉപവസിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 40 രാവും 40 പകലും, ഒരു പകലിന് ഒരു രാത്രി, യേശു 40 രാവും 40 പകലും ഉപവസിച്ചു. അപ്പൊ ഉപവാസം എന്നത് ആത്മാവിലാണ് ഉപവസിക്കുന്നതെന്നാണ് ആ വചനം പറയുന്നത്. യേശു ആത്മാവിൽ ഉപവസിച്ചു എന്നാണ് വചനം പറയുന്നത്. നമ്മളൊക്കെ ഉപവസിക്കുന്ന ശരീരത്തിലാണ്. നോമ്പ് നോക്കുക, മാംസങ്ങളോ പാലോ മുട്ടയോ ഇങ്ങനെ കട്ടി ആഹാരങ്ങളൊക്കെ നിർത്തി നമ്മൾ ഭയങ്കര ഉപവാസം നടത്തും. എന്നാൽ യേശുവിൻ്റെ ഉപവാസം ഭക്ഷണം ഒന്നും കഴിക്കാതെ ആത്മാവിൽ തന്നെ 40 രാവും 40 പകലും ഉപവസിച്ചു. അപ്പം ഉപവാസം എന്ത് എന്ന് ചോദിച്ചാൽ ആത്മാവിലുള്ള ഉപവാസമാണ് യേശു നമുക്ക് കാണിച്ചു തരുന്ന ഉപവാസം. യഥാർത്ഥ ഉപവാസം ആത്മാവിൽ യേശുവിനോട് കൂടെ പിതാവിനെ ആരാധിക്കുന്നതാണ് യഥാർത്ഥ ഉപവാസം. മറ്റുള്ളതാകട്ടെ ശാരീരിക ഉപവാസം, ശാരീരിക വ്രതങ്ങൾ, ശാരീരിക നോമ്പുകൾ, ഇതെല്ലാം ശരീരത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. എന്നാൽ യേശുവിൻ്റെ 40 രാവും 40 പകലുള്ള ഉപവാസം ആത്മാവിൽ തന്നെയും ശരീരത്തോടു കൂടെയും ദൈവത്തിലായിരുന്നു യേശു ഉപവസിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവാണ് ഉപവസിക്കുന്നത്, ആത്മാവിലാണ് ഉപവാസം. ഇനി മറ്റൊന്ന്, വിശ്വാസത്തോടെയുള്ള ഉപവാസമുണ്ട്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നാം ഉപവസിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് കാര്യവും ദൈവം നടത്തി തരും. വിശ്വാസത്തോടെ ഉപവസിച്ചു കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ ഏത് ആവശ്യവും നടത്തി തരും. കാരണം വിശ്വാസത്തോടെ വിശ്വാസി ഉപവസിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. വിശ്വാസിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അപ്പൊ നമ്മൾ ഏത് കാര്യത്തിനു വേണ്ടി ദൈവ മനസാക്ഷിയോട് കൂടെ നിർമ്മല ഹൃദയത്തിൽ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് യേശുവിനോട് കൂടെ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. അതിന് മാറ്റമില്ല. കാരണം ദൈവത്തിൻ്റെ വചനമാണത്. അപ്പം നമ്മുടെ ഹൃദയം വിശ്വാസയോഗ്യവും സത്യവുമാണോ എന്ന് നാം ആത്മപരിശോധന ചെയ്യണം. വിശ്വാസയോഗ്യവും സത്യവുമാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നടത്തിത്തരും. ആയതിനാൽ നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കണം. നമ്മൾ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച്
ദൈവപുത്രനോടാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. കാരണം നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ പുത്രനോടാണ്. ദൈവപുത്രനായ മിശിഹ തിരുശരീര രക്തങ്ങളാൽ നമ്മെ പരിപോഷിപ്പിക്കാനാണ് കുരിശിൽ മരിച്ചത്. ക്രൂശിതനായ ക്രിസ്തുവിന്റെ മനോഭാവം നമ്മൾ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയാണെങ്കിൽ എത്ര മതിയാകാത്ത സ്നേഹം, അളവില്ലാത്ത സ്നേഹം, അതിരുകളില്ലാത്ത ദൈവസ്നേഹം, അതായിരുന്നു യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിനോടാണ് നാം ആവശ്യങ്ങൾ പറഞ്ഞ് ഹൃദയത്തിൽ ധ്യാനിച്ച് വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സിലോ ശരീരത്തിലോ അല്ല നാം ഉപവസിക്കുന്നത്, ആത്മാവിൽ യേശുക്രിസ്തുവിനോട് കൂടെ ദൈവത്തോട് കൂടെയായിരിക്കാനാണ് ഉപവസിക്കുന്നത്. അപ്പം ഉപവാസവും പ്രാർത്ഥനയും നല്ലതാണ്. പക്ഷെ അത് ശരീര ഉപവാസമല്ല, ആത്മീക ഉപവാസമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ആത്മാവിലാണ് ഉപവസിക്കേണ്ടത്, ആത്മാവിലാണ് ആരാധിക്കേണ്ടത്, ആത്മാവിലാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. എല്ലാം യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന മനോഭാവം നമ്മളിലും ഉണ്ടാകണമെന്നാണ് യേശു പറയുന്നത്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം ആത്മാവിലും സത്യത്തിലുമായിരിക്കണം. അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് യഥാർത്ഥമായി അന്വേഷിക്കുന്ന ആരാധകർ. അവർ പിതാവിനോട് മാത്രമാണ് ആരാധന നടത്തുന്നത്. അത് യേശുവിൻ്റെ നാമത്തിൽ അവർ പിതാവിനോട് ആരാധന നടത്തുന്നു. ആത്മാവിൽ അവർ ഉപവസിക്കുന്നു, പിതാവിനോട് ഉപവാസത്തോടു കൂടെ ഇരിക്കുന്നു. വചനം അവർ ധ്യാനിക്കുന്നു, പിതാവിനോട് കൂടെ അവർ യേശുവിൽ വചനം ധ്യാനിക്കുന്നു. കൃപയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു, പിതാവിനോട് യേശു വഴി അവർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വഴിയും സത്യവും ജീവനുമായി യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ച് വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ വിശ്വാസിയുടെ ഏതാവശ്യവും യേശുവിൻ്റെ നാമത്തിൽ പിതാവ് നടത്തിത്തരും. പ്രൈസ് ദി ലോർഡ്. ആത്മാവിലും സത്യത്തിലുമാണ് നാം ഉപവസിക്കുന്നെങ്കിൽ ദൈവിക സ്വഭാവം നമ്മിൽ വരും. ദൈവം എങ്ങനെയാണ് ഉപവസിച്ചത്? ക്രിസ്തുവിലൂടെ. അങ്ങനെ തന്നെ നാമും ക്രിസ്തുവിലൂടെ ദൈവത്തെ ഉപവസിക്കണം. ദൈവിക ഉപവാസം എന്ന് പറയുന്നത് ദൈവ സ്വഭാവം അനുസരിച്ചുള്ള ഉപവാസമാണ്. ദൈവത്തിന്റെ ഉപവാസം മനുഷ്യരുടെ ഉപവാസവും രണ്ടും രണ്ടാണ്. മനുഷ്യൻ ജഡീകനായി ഉപവസിക്കുന്നു, ദൈവം ആത്മാവിലും സത്യത്തിലും മനുഷ്യനെ ഉപവസിക്കാൻ പഠിപ്പിച്ചു. ഉപവാസവും പ്രാർത്ഥനയുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ നീ മരിച്ചു കഴിയുമ്പോൾ നിന്റെ ആത്മാവ് നിന്നെ സ്വീകരിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഉപവാസമാണ് യേശുവിൻ്റെ ഉപവാസം. യേശു എങ്ങനെയായിരുന്നു ഉപവസിച്ചത്? അങ്ങനെ തന്നെ നാമും യേശുക്രിസ്തുവിൽ ഉപവസിക്കുക. അതാണ് യഥാർത്ഥ ഉപവാസം. പ്രൈസ് ദി ലോർഡ്.